തോന്നുന്നു? നിങ്ങൾ പറയും. ഇപ്പോൾ ജപ്പാൻ എത്ര ഇരട്ടി വലുതായി, അമേരിക്ക എത്ര ഇരട്ടി സ്റ്റോക്ക് മാർക്കറ്റ് വലുതായി, ഇന്ത്യയിൽ എന്താ സംഭവിച്ചത്? GDP ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഗ്രോ ചെയ്തല്ലേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് ചൈനയ്ക്ക് കിട്ടിയത് കിട്ടണ്ട. ചൈനയ്ക്ക് കിട്ടിയത് 4 times ആണ്, നമുക്കൊരു 3 times കിട്ടില്ലേ? അതെ, GDP വളർന്നു, നമ്മൾ വളർന്നില്ല എന്ന് പറയരുത്. തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുക. US എന്തൊക്കെയാണെന്ന് അറിയോ? ബ്രോക്കറേജും എക്സ്ചേഞ്ച് ചാർജസും മാത്രമേ ഉള്ളൂ. ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? ഓക്കെ, ഇതവിടെ വെച്ചോട്ടെ. അപ്പോൾ ഒരിക്കലും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും കൂട്ടിയത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മളെല്ലാവരും കാത്തിരുന്ന ബഡ്ജറ്റ് ഡേ കഴിഞ്ഞിരിക്കുകയാണ്. ഒരു നോർമൽ ബഡ്ജറ്റ് ഡേ തന്നെയായിരുന്നു. പക്ഷേ ടാക്സ് നമ്മളെയും കൊണ്ടേ പോവുള്ളൂ എന്ന് പറയുന്നത് പോലെ ഒരു അടിപൊളി എന്താ പറയുക, ടാക്സ് ബഡ്ജറ്റ് ആണെന്ന് ഒരു ചെറിയ ഒരു കിംവദന്തി ഉണ്ട്. തീർച്ചയായിട്ടും. ബഡ്ജറ്റ് ഇഷ്ടമായോ? ബഡ്ജറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. പലരും ബഡ്ജറ്റിനെ കുറിച്ച് മോശം പറയുന്നുണ്ട്. പൊതുവേ ഒരു ഭയങ്കര നല്ല അഭിപ്രായമൊന്നും ഞാൻ എങ്ങൊന്നും കേട്ടിട്ടില്ല. ഓക്കെ, നമുക്ക് പുറത്തെ ആളുകൾക്ക് വെൽഫെയർ ആണോ ഫ്രീബീസ് ഒന്നും ഇല്ല എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുമാത്രമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിന് ഇതെങ്ങനെ എഫക്റ്റ് ചെയ്യും. ഇനി നമ്മൾ ഇത്ര നാൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ടെക്നോളജീസൊക്കെ മാറ്റി പുതിയ എന്തെങ്കിലും കാര്യത്തിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റണോ? ഇതൊക്കെയാണല്ലോ പ്രധാനമായിട്ട് എല്ലാവർക്കും അറിയേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ടത്. ശരിക്കും ട്രേഡേഴ്സിനല്ല, അല്ല ഇൻവെസ്റ്റേഴ്സിനാണ് ചെറിയൊരു ടാക്സ് കൂട്ടി, അതായത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിലും ഉണ്ടായ വർധനവ്. ഇത് സംഭവം എന്താണെന്നറിയോ? ഓക്കെ, ടാക്സ് കൂട്ടി. ഇതിന് തൊട്ട് മുമ്പ് എനിക്ക് തോന്നുന്നു ടാക്സ് അല്ല, ബഡ്ജറ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേയും നിർമ്മലാജി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ F&O നിയന്ത്രിക്കണം, F&O നിയന്ത്രിക്കാൻ വേണ്ടി ഇനിയും നിർദ്ദേശങ്ങൾ കൊണ്ടുവരും. ഓക്കെ, ഇത് വന്നിട്ട് ഇവർ ആരെ നിയന്ത്രിച്ചേ? സിംഗ് ട്രേഡിങ്ങിനെ കത്തിവെച്ചു. അതായത് 1 year താഴെയുള്ള ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രോഫിറ്റ് 15% നിന്ന് 20% വർദ്ധിപ്പിച്ചത്. വലിയ വർധനമാണ്, ചെറിയ വർധനമായിട്ട് കാണേണ്ട ആവശ്യമില്ല. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 10% നിന്ന് 12% കൂട്ടി. അതും വലിയ വർധനമാണ്. കാരണം വലിയ സംഖ്യയിലോട്ട് നോക്കുമ്പോൾ ഈ 2.5% ഒരു ഹ്യൂജ് നമ്പർ തന്നെയാണ്. അതെ, നല്ല ഇൻവെസ്റ്റേഴ്സിന് അത് വലിയൊരു പണിയാണ്. അതായത് അവരത്രയും പേഷ്യൻസോടുകൂടി കാത്തിരുന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ആ ഒരു ഇത് വിഡ്രോ ചെയ്യുമ്പോൾ ഇത്രയും ടാക്സ് അടയ്ക്കേണ്ടി വരുന്നതെന്ന് പറയുന്നത് മാനസികമായിട്ട് വളരെ. ഞാൻ വേറൊരു രീതിയിലാണ് കാണുന്നത്. ഞാൻ വിചാരിക്കുന്നത് മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഹൈയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ബഡ്ജറ്റ് എങ്ങാനും ഇതൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഈ ബഡ്ജറ്റോട് കൂടി പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയേനെ. അപ്പോൾ അങ്ങനെ മാർക്കറ്റ് പോകുമ്പോൾ നമ്മുടെ മാർക്കറ്റ് ഹൈ പ്രൈസിലോട്ട് പോവുകയും അവിടെ നിന്ന് വലിയ വീഴ്ച ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ നിന്നൊരു ചെറിയ കറക്ഷനോ ഈ ഭാഗത്ത് തന്നെ ഒരു നെഗറ്റീവ് ന്യൂസിൻ്റെ ബലത്തോടു കൂടി ഒരു കൺസോൾട്ടേഷനെ കിട്ടുകയാണെങ്കിൽ ആക്ച്വലി അത് മാർക്കറ്റിൻ്റെ വാല്യുവേഷനെ ഗുണമുണ്ടാവും. ലോങ് ടൈമിൽ മാർക്കറ്റ് സ്റ്റേബിൾ കറക്ഷൻ നടത്തി ഒരു സ്റ്റെബിലിറ്റി വരുത്തിയ ഒരു നല്ല മാർക്കറ്റായിട്ട് നമ്മുടെ മാർക്കറ്റ് മാറും, സ്റ്റോക്ക് മാർക്കറ്റ് മാറും എന്നുള്ളൊരു പോസിറ്റിവിറ്റി ഇതിനകത്തുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതുപോലെ തന്നെ ഭാവിയിൽ സിംഗ് ട്രേഡേഴ്സും അല്ലെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കും എന്നുള്ളൊരു മുൻവിധിയിൽ ആ ഒരു പ്രോഫിറ്റിൻ്റെ ഒരു ശതമാനം ഗവൺമെൻറ്റിന് കിട്ടുന്ന രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കാണാമല്ലോ. പോസിറ്റീവായിട്ട് അങ്ങനെയൊന്നുമല്ല. സ്റ്റോക്ക് മാർക്കറ്റിനെയാണ് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ 5 വർഷത്തെ ഗവൺമെൻറ് സ്പോൺസേഡ് പരസ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത് ഗവൺമെൻറ് തന്നെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഗവൺമെൻറ്റൊക്കെ പ്രൊമോട്ട് ചെയ്ത് എല്ലാ ആൾക്കാരും മ്യൂച്വൽ ഫണ്ടിൽ എത്തിച്ചു. എന്നിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്? അവർക്ക് ടാക്സ് കൂട്ടി കൊടുത്തു. പക്ഷെ അവർ പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത്, അതായത് ഇവർ FD ഒക്കെ പിൻവലിച്ച് കൊണ്ടുപോയി, അങ്ങനെ ഒരു ന്യായമൊന്നും പറഞ്ഞിട്ടില്ല. അതാണെന്ന് പലരും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. അതൊന്നുമല്ല. FD പിൻവലിച്ച് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആരാണ് പ്രചരണം നൽകിയത്? ഗവൺമെൻറ് അല്ലേ. സച്ചിൻ ടെണ്ടുൽക്കർ ഉൾപ്പെടെയുള്ള വലിയ ആൾക്കാർ ഗവൺമെൻറ്റിന് വേണ്ടി തന്നെ മ്യൂച്വൽ ഫണ്ട് സഹിഹേ എന്ന് പറഞ്ഞിട്ട് ധോനി, രോഹിത് ശർമ്മ, സച്ചിൻ ഉൾപ്പെടെയുള്ളവർ വന്നിട്ട് മ്യൂച്വൽ ഫണ്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ലേ. എന്നിട്ട് ഇവർക്ക് അവിടെ തന്നെയല്ലേ ടാക്സ് കൂട്ടി കൊടുത്തത്. അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാനേ പറ്റത്തില്ല. നമ്മൾ ടാക്സ് ടെററിസം ഇൻ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ US എന്തൊക്കെ ടാക്സ് ഉണ്ട്, ഇന്ത്യയിൽ എന്തൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിന് ടാക്സ് ഉണ്ടെന്ന് നോക്കാം. അതൊരു വലിയ ഒരു കമ്പാരിസനാണ്. കാരണം ഇന്ത്യയിൽ ബ്രോക്കറേജ്, STT, സ്റ്റാമ്പ് ഡ്യൂട്ടി, സെബി ചാർജസ്, എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ഫീ, GST, ആനുവൽ മെയിൻ്റനൻസ് ഫീ, ഇത്രയാണ് ട്രേഡേഴ്സ് ഇൻവെസ്റ്റേഴ്സും ചാർജ് കൊടുക്കുന്നത്. US എന്തൊക്കെയാണെന്ന് അറിയോ?
ബ്രോക്കറേജും എക്സ്ചേഞ്ച് ചാർജസും മാത്രമേ ഉള്ളൂ. ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? ഓക്കെ, ഇതവിടെ വെച്ചോട്ടെ. അപ്പോൾ ഒരിക്കലും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും കൂട്ടിയത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ പോഡ്കാസ്റ്റിൽ ശക്തമായിട്ടുള്ള ഇത് നമ്മൾ രേഖപ്പെടുത്തി. നമുക്കൊരു ക്യാമ്പയിൻ നടത്താൻ വേണം. നമ്മൾ പറഞ്ഞ ആര് കേൾക്കാനാണ്? എനിവേസ് നമ്മൾ നമ്മുടെ അഭിപ്രായം പറയാം. ഇനി നമ്മൾ ബഡ്ജറ്റിനെ കുറിച്ച് നോക്കാം. എന്താണ് ബഡ്ജറ്റിന്റെ അലോക്കേഷൻസ്, എന്താണ് ബഡ്ജറ്റിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ? നമുക്ക് ബഡ്ജറ്റിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ആ ഒരു പേര് ബീഹാർ ആന്ധ്ര എന്നുള്ളൊരു അങ്ങനെയും പറയാം. ബീഹാർ ആന്ധ്ര ബഡ്ജറ്റ് ആണോ? അങ്ങനെ അതിലൊരു നെഗറ്റീവ് പറയാൻ പറ്റില്ല. ബിക്കോസ് നമ്മുടെ BJPയുടെ ഒരു നെഗറ്റീവ് പറയാനായിട്ട് നമുക്ക് അവകാശമില്ല. അപ്പൊ BJP പറയും, നിങ്ങൾ എന്തിനാണ് ഞങ്ങൾ ഒറ്റയ്ക്ക് വിജയിപ്പിക്കാതിരുന്നത്? ഞങ്ങൾ ഒറ്റയ്ക്ക് വിജയിപ്പിച്ചിരുന്നെങ്കിൽ ഇതിപ്പോ അവരെയും കൂടെ വിജയിപ്പിച്ച് അവർക്കുടെ സപ്പോർട്ട് ഇല്ലാതെ ഭരിക്കാനും പറ്റാത്ത അവസ്ഥ തന്നുകൊണ്ട് ഇത് കുറ്റം പറയുന്നത്, പ്രതിപക്ഷത്തിരുന്ന് കുറ്റം പറഞ്ഞ് കളിയാക്കി ആ സമയത്ത് കൈയടിച്ച ആൾക്കാരുണ്ട്. അവർ ഇത്തരത്തിലുള്ള കോമ്പിനേഷൻ സർക്കാർ ഉണ്ടാക്കിയ സമയത്ത് എന്തായിരുന്നു ബഡ്ജറ്റിൻ്റെ അവസ്ഥ? ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള പല സംസ്ഥാനങ്ങളിലും ചാക്ക് കണക്കിന് കാശ് കൊണ്ട് അടിക്കുകയായിരുന്നു. നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് BJPനെ കുറ്റം പറയണ്ട, കാരണം അത് അവരുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. അവർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ബീഹാർ പോലത്തെ സ്റ്റേറ്റിനൊക്കെ ചെയ്യട്ടെ എന്ന് ഞാൻ പറയത്തുള്ളൂ. അവർക്ക് അർഹതപ്പെട്ടവരാണ്. പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ ഒരു ട്രോള് വന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തൃശ്ശൂരിനൊന്നും കിട്ടിയില്ല. ഇവിടെ ഒന്നും കിട്ടിയില്ല. തൃശ്ശൂരിന്റെ പേരെടുത്ത് പറഞ്ഞില്ല എന്നുള്ളതിൽ എനിക്ക് നല്ല സങ്കടം. കേരളം വേണ്ട, തൃശ്ശൂരുകാർ. അതെ, നമ്മൾ തൃശ്ശൂരുകാർ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നു. പക്ഷേ സുരേഷ് ഗോപി എന്തെങ്കിലുമൊക്കെ പിടിച്ച് മേടിക്കാൻ സാധ്യതയുണ്ട്. പുള്ളി എന്തെങ്കിലും അങ്ങനെ വെറുതെ നിൽക്കുന്ന ഒരാളല്ല. പുള്ളി എന്തെങ്കിലുമൊക്കെ തരണം, ഉറപ്പായിട്ടും കൊണ്ടുവരും. അതെ, തീർച്ചയായിട്ടും. എനിക്കാണ് അദ്ദേഹം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൈ നിർത്തോടെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. തൃശ്ശൂർകാർക്ക് ഒരു ചെറിയ സങ്കടമുണ്ട്. എനിവേസ് അത് പോട്ടെ, നമുക്ക് ബഡ്ജറ്റിലോട്ട് തിരിച്ചു വരാം. പഴയ പോലെ തന്നെ ബഡ്ജറ്റിൽ എക്സ്പെൻഡിച്ചർ കൂട്ടിയേക്കാണ്. ഓക്കെ, ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ അധിക ചെലവ് ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പോസിറ്റീവാണെന്ന് വെച്ചാൽ അത് പോസിറ്റീവാണ്, ബഡ്ജറ്റ് നല്ലതാണ്. പിന്നെ ഒരു ഗ്രോത്ത് ഓറിയൻറ്റഡ് ബഡ്ജറ്റാണെന്ന് വെച്ചാൽ ഗ്രോത്ത് ഓറിയൻറ്റഡ് ബഡ്ജറ്റ് തന്നെയാണ്. ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചില നടപടികളും കൃത്യമായിട്ട് ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ ഡയറക്റ്റ് എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമൊന്നുമല്ല, പക്ഷെ എന്നാലും എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് യൂത്തിൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റിന് വലിയ ഒരു പ്രാധാന്യം ഈ ബഡ്ജറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ വർക്കിംഗ് ക്ലാസിൻ്റെ ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ 27 ആണ്, 28 ആണ്. നമ്മളിത് ചൈനയിലോട്ട് പോയി കഴിഞ്ഞാൽ 36 ആണ്. US ഇത് 39 ആണ്. നമ്മൾ കാനഡ UK ഒക്കെ പോവുകയാണെങ്കിൽ ഇവരുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് ഇറ്റ്സ് 40 എബോവ് 40 ഒക്കെയാണ്. അപ്പോൾ അവിടെ ഒന്നും വർക്കിംഗ് ക്ലാസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് വർക്കിംഗ് ക്ലാസ് അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യയിൽ ഈ യൂത്തിൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റിന് ഇത്രയും പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ അടുത്ത കാലത്ത് വേറെ ബഡ്ജറ്റ്സ് കണ്ടിട്ടില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ ഓവറോൾ ഗ്രോത്തിനെ ഫ്യൂച്ചറിൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. പക്ഷേ ഇത്രയും മതിയോ എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ടോപ്പ് 500 കമ്പനികളിൽ ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ കുറേ സ്കീംസ് അവിടെ പറയുന്നുണ്ട്. കമ്പനികൾക്ക് ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഹെൽപ്പ് സപ്പോർട്ട് കിട്ടും. അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ ബഡ്ജറ്റിൻ്റെ മേജർ 4 ശാഖ പറയുന്നത് യൂത്ത്, വുമൺ, പുവർ ആൻഡ് ഫാർമർ, ഇവരെ 4 ആളെയും സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻറ്റേൺഷിപ്പ്, സ്കിൽ ഡെവലപ്മെൻറ്റ് സ്കീമുകൾ ഒരു 20 ലക്ഷം യൂത്തിന് അടുത്ത 5 കൊല്ലം കൊണ്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബോവ് 50 ലാഖിന് മുകളിൽ ശമ്പളം വാങ്ങുന്ന പുതിയ 20 ലക്ഷം യൂത്ത് ഇന്ത്യയിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ യൂത്ത് ആളുകളൊന്നും ഇന്ത്യയിൽ നിൽക്കത്തില്ല, അല്ലേ? അല്ല, ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആൾക്കാർ സ്കിൽ ഡെവലപ്മെന്റ് പഠിക്കുന്നൊന്നുമില്ല, വെറുതെ അവരോട്. അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ സ്കിൽ ഡെവലപ്ഡ് അല്ല എന്ന് ഗവൺമെന്റ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. തൊട്ട് മുമ്പത്തെ ബഡ്ജറ്റിൽ 4 വർഷത്തെ, തൊട്ട് മുമ്പത്തെ അല്ല 2 കൊല്ലം മുമ്പത്തെ ബഡ്ജറ്റിൽ 4 വർഷത്തെ ഡിഗ്രി കോഴ്സായിട്ട് നമ്മുടെ ഡിഗ്രി കോഴ്സുകൾ ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്തു. ഇപ്പോൾ പണ്ട് ITA പഠിച്ചിറങ്ങിയ ഒരാൾക്ക് അറിയാവുന്നത് ഇന്ന് എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങുന്ന ആൾക്ക് അറിയാൻ പാടുള്ളൂ എന്നുള്ളത് നഗ്നമായിട്ടുള്ള സത്യമാണ്, അല്ലേ? നമ്മുടെ കേരളത്തിലൊക്കെ നമുക്കത് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതിൻ്റെ അകത്തൊരു മാറ്റം വരട്ടെ. കുറച്ചുകൂടി സ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള, നല്ല സാലറി വാങ്ങുന്ന, നല്ല ജോലി ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള യൂത്ത് ഉണ്ടാവട്ടെ. ഇന്നലെ ഞാനൊരു റിപ്പോർട്ട് വായിച്ചത് L&Tയുടെ റിപ്പോർട്ട്സിൽ. L&T ഇൻഫ്രാസ്ട്രക്ചർ പറയുമ്പോൾ നമ്മൾ L&Tയുടെ പേര് പറയാതെ പോകരുത്, കാരണം ഇൻഫ്രാസ്ട്രക്ചറിൽ സ്പെൻഡ് കൂട്ടുന്നുണ്ടോ L&T കയറുന്നു. L&Tയിൽ അത്രയും വലിയ ഓർഡർ ബുക്കൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ L&Tയുടെ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് L&T പറഞ്ഞൊരു കാര്യമുണ്ട്, ലേബേഴ്സിനെ കിട്ടാനില്ല, സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ കിട്ടാനില്ല. ഇത് നഗ്നമായിട്ടുള്ള സത്യമാണ്. ഇവിടെ ഇല്ല.
ഇത്രയും പോപ്പുലേഷൻ ഉണ്ട് എന്നുള്ളതല്ല, സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ഇല്ല. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അത് വരും. അപ്പോൾ ഈ പോഡ്കാസ്റ്റ് കേട്ടുകൊണ്ടിരിക്കുന്ന യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, സ്കില്ല് ഡെവലപ്പ് ചെയ്യൂ. നിങ്ങൾ ഏതെങ്കിലും ഒരു ജോലിയിൽ വളരെ വ്യക്തമായിട്ടുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വളരെ മികച്ച ജോലി സാധ്യതയാണ്. സ്കില്ലൊന്നുമില്ല, വെറുതെ എഞ്ചിനീയറിംഗ് പഠിച്ചു അല്ലെങ്കിൽ വെറുതെ ഡിഗ്രി കഴിഞ്ഞു, എനിക്കൊരു ജോലിയും ചെയ്യാൻ അറിയില്ല, എനിക്കൊരു ജോലി തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങും ജോലിയില്ല. എന്നാൽ ഒരു സ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് എവിടെയെങ്കിലും ജോലി കിട്ടേണ്ടത്. അങ്ങനെയല്ല, അവിടെയാണ് നമ്മുടെ തെറ്റ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബഡ്ജറ്റിൻ്റെ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറയാം. അതായത് സ്കിൽ ഡെവലപ്മെൻറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിരിക്കണം. കൂടുതൽ ലാബുകളും കൂടുതൽ പ്രാക്ടിക്കൽ ക്ലാസ്സുകളും വന്ന് പാസ് ഔട്ട് ആവുന്ന കുട്ടി അല്ലെങ്കിൽ പാസ് ഔട്ട് ആവുന്ന സ്റ്റുഡൻറ്റ് ജോലി ചെയ്യാനുള്ള കേപ്പബിൾ ആണെങ്കിൽ പിന്നെ കമ്പനികൾക്ക് ഇൻറ്റേൺഷിപ്പ് കൊടുക്കേണ്ടി വരില്ല. ഇപ്പം നമുക്ക് ആകെ ഓപ്ഷൻ എന്തേ ഉള്ളൂ, തിയറി മാത്രമേ പഠിച്ചിട്ടുള്ളൂ. സോ ഇൻറ്റേൺഷിപ്പിന് പോവുക, പണി പഠിക്കുക, സ്കിൽഡ് ആവുക, നല്ല ജോലി മേടിക്കുക എന്നുള്ളതാണ്. അത് ഗവൺമെൻറ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ ഓരോ സെക്ടറിൽ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഡിഫൻസിൽ നല്ല സ്പെൻഡ് ഡിഫൻസിൽ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. ഇതിനു മുമ്പ് അങ്ങനെയൊക്കെ തന്നെയായിരുന്നല്ലോ, അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ തവണ തേജസ് കൂടുതൽ എക്സ്പോർട്ട് ചെയ്യാനുള്ള സെറ്റപ്സ്, പുതിയ ഡിഫൻസ് സെറ്റപ്സൊക്കെ 8% ഡിഫൻസിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. റൂറൽ ഡെവലപ്മെൻറ്റിൽ 2,60,500 കോടി രൂപ. ഹൈക്ക് ഡിഫൻസ് സ്റ്റോക്സിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് എക്സ്പെക്റ്റഡ് അല്ലേ, ആ ഒരു ഇതാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ലേറ്റ് ഇൻവെസ്റ്റേഴ്സ് ആണ്. ഒരു കറക്ഷൻ ആയിട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ല, കറക്ഷൻ ഇപ്പോൾ ഞാൻ ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് 2 ദിവസം നോക്കിയല്ലോ, മാർക്കറ്റിന് ഒരു സ്റ്റേബിൾ സ്ട്രോങ് ബയേഴ്സ് വരുന്നില്ല, സെല്ലും വലിയ കാര്യമായിട്ട് നടക്കുന്നില്ല. അപ്പോൾ ഒരു എന്താ പറയുക, അടുത്ത ട്രെൻഡ് എന്താണെന്നുള്ള കൺഫ്യൂഷൻ മാർക്കറ്റിന് വിട്ട് മാറിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ യൂഷ്വലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ കുറച്ച് ചേഞ്ച് വരുത്തേണ്ടത് അത്യാവശ്യമാണല്ലേ? അല്ല, ഓക്കെ, മാർക്കറ്റിൻ്റെ ട്രെൻഡിലൊരു ഇപ്പോൾ ഈ ബഡ്ജറ്റ് എന്നൊക്കെ പറയുന്നത് മാർക്കറ്റിൻ്റെ ഓവറോൾ ട്രെൻഡ്, ഇപ്പോൾ നല്ല ബുള്ളിഷായിട്ട് പോകുന്ന മാർക്കറ്റിനെ ഒന്ന് തിരിച്ച് താഴത്തോട്ടാക്കി വിടാനായിട്ടൊക്കെ ബഡ്ജറ്റിന് പറ്റാറുണ്ട്. അപ്പോൾ ഇത്തവണത്തെ ബഡ്ജറ്റ് ഒരു പക്ഷേ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, ഒരു 5% to 10% പ്രോഫിറ്റ് ബുക്കിംഗ് ചിലപ്പോൾ തന്നേക്കാം. ബട്ട് അല്ല, അത്ര വലിയൊരു കറക്ഷനിലോട്ടും വരുന്നില്ല. മാർക്കറ്റ് തിരിച്ച് ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു എക്സ്ട്രാ ഓർഡിനറി അപ്സൈഡിനും സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വുമൺ എന്തൊക്കെ കാര്യങ്ങളാണ്? അല്ല, വുമൻസിനെ ചെയ്യാനായിട്ട് കുറേ പുതിയ പ്ലാൻസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മുദ്ര ലോൺസ്, വുമൻസിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുദ്ര ലോൺസ് 20 ലക്ഷം രൂപ എന്താക്കിയിട്ടുണ്ട്, 10 ലക്ഷം ആയിരുന്നു, അത് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ വുമൻസിന് അത്തരത്തിലുള്ള ഓൺട്രപ്രണർഷിപ്പ് ബിസിനസ് ലോൺസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കുറേയും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ റൂറൽ ഡെവലപ്മെൻറ്റ്, അതായത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കൊച്ചിയുടെയൊക്കെ അവസ്ഥ നമുക്കറിയാം. അപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ്, വാട്ടർ ട്രീറ്റ്മെൻറ്റ്, ഇത്തരത്തിലുള്ള സെക്ടേഴ്സിൽ നല്ല കമ്പനികൾ ഉണ്ട് എങ്കിൽ അത് നോക്കി വെച്ച് അവരുടെ വാല്യുവേഷൻ നോക്കി നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. ഇപ്പോൾ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർ ഗ്രോത്ത് സ്റ്റോക്കുകളെ ഒഴിവാക്കിയിട്ട് വാല്യൂ സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യാം. വാല്യൂ സ്റ്റോക്കുകളെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി സേഫ് ആവും എന്നുള്ളതാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷനിൽ നല്ല രീതിയിൽ മണി മാറ്റി വെച്ചിട്ടുണ്ട്. IT ആൻഡ് ടെലികോമിൽ കൃത്യമായിട്ട് നല്ല രീതിയിലുള്ള മണി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത് സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ടുള്ള ഏഞ്ചൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് 0 ടാക്സ് എന്ന് പറയുന്നൊരു സിസ്റ്റത്തിലോട്ട് വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ തവണ ഇപ്പോൾ ബൈജൂസൊക്കെ എത്ര രൂപയാണ് കളക്ട് ചെയ്തത് നമുക്കറിയാം. അതിനുശേഷം ബൈജൂവിൻ്റെ തകർച്ചയിലോടുകൂടി ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റത്തിന് വളരാൻ പറ്റുന്നില്ല, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഇന്ത്യനെ മറന്നു തുടങ്ങി എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ഇന്ത്യയിലേക്ക് വന്ന വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് വളരെ കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 0 ടാക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു എയിമിലോട്ട് പോവുകയാണെങ്കിൽ എന്താ പറയുക, ഇവിടെ കൂടുതൽ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഫണ്ടുകൾ വരികയും ഇവിടെ നിന്ന് നല്ല സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഗ്രോ ചെയ്ത് വരികയും എന്നുള്ളൊരു എയിമിലാണ് ഗവൺമെൻറ് ഏഞ്ചൽ ടാക്സ് എന്ന് പറയുന്ന ഒരു പുതിയ സിസ്റ്റത്തിലോട്ട് കൊണ്ടുവന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വളരെ ഗ്രോത്ത് ഓറിയൻറ്റഡ് കൂടിയാണ്. നമ്മുടെ യങ്സ്റ്റേഴ്സിനൊക്കെ അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. കാരണം വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകളിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത. ടൂറിസം ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറിന് നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. സോളാർ എനർജിക്ക് നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, പവർ സെക്ടർ. നമുക്കറിയാം പവർ സെക്ടർ ഭയങ്കര ബുള്ളിഷാണ്. ടാറ്റ പവർ ഉൾപ്പെടെയുള്ള പല സ്റ്റോക്കുകളും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇൻക്രീസാണ്. അതിൻ്റെ റീസൺ എന്താണെന്നറിയാം, ഇന്ത്യ ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ
ഓക്കെ, ഇന്ത്യ ഗ്രോ ചെയ്യുന്നുണ്ട് എങ്കിൽ എന്തില്ലാതെ ഗ്രോ ചെയ്യില്ല? എനർജി. യെസ്, അവിടെയാണ് ഒരു രാജ്യത്തിൻ്റെ വളർച്ച കാണിക്കുന്നത് ആ രാജ്യത്തിൻ്റെ എനർജി യൂസേജ് കൂടിയാണ്. എനർജി യൂസേജ് കൂടാതെ ഒരു രാജ്യത്തിന് വളരാൻ സാധിക്കില്ല. റൈറ്റ്, ഏത് എക്സാമ്പിൾ വേണമെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ എനർജി യൂസ് ചെയ്യുന്ന രാജ്യം അമേരിക്കയാണ്, രണ്ടാമത് ചൈനയാണ്, മൂന്നാമത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യ ഇനിയും ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചൈനയെ അമേരിക്കനെ കവച്ച് വെച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ എനർജി ഉപയോഗിക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യക്ക് മാറണമെങ്കിൽ ഇവിടെ എന്ത് വേണം? എനർജി സെക്ടർ വളരണം, കൂടുതൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾ ഉണ്ടാകണം, അതിൽ നിന്ന് അവർക്ക് ലാഭം ഉണ്ടാകാൻ പറ്റണം. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഈ തവണത്തെ പ്രോജക്റ്റിൽ പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് മിനി ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ എന്നുള്ള ഒരു പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ന്യൂക്ലിയർ പവർ പ്ലാന്റ് അങ്ങനെ വഴി പോണ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ BHEL ഒക്കെ ഒരുപക്ഷെ ഉണ്ടാക്കുമായിരിക്കും ഗവൺമെൻറ് സപ്പോർട്ടോടുകൂടി വലിയ കമ്പനി. ചിലപ്പോൾ റിലയൻസോ ടാറ്റയൊക്കെ ഈ ഒരു പ്രോജക്റ്റിലോട്ട് വന്നേക്കാം. പക്ഷേ ഇവിടെ എൻ്റെ കണ്ണിൽ ഉടക്കിയ ഒരു കമ്പനി എന്ന് പറയുന്നത് ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾക്ക് ടെക്നോളജി സപ്പോർട്ട് കൊടുക്കുന്ന സൈൻഡ് എന്ന് പറയുന്നൊരു കമ്പനിയുണ്ട്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾക്ക് ടെക്നോളജി സപ്പോർട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സിംഗപ്പൂർ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾക്കും ഇവർ തന്നെയാണ് ഈ ടെക്നോളജി സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ കൂടുതൽ പ്രൈവറ്റ് സെക്ടറുകളിൽ പവർ പ്ലാന്റ് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി വെൽ എസ്റ്റാബ്ലിഷ്ഡുള്ള ടെക്നോളജി ഉണ്ടെങ്കിൽ എല്ലാവരും സൈനിൻ്റെ അടുത്ത് പോയി മേടിക്കത്തുള്ളൂ. അതായത് സെക്കൻഡ് ഓർഡർ തിങ്കിങ്. ആര് പവർ പ്ലാന്റ് തുടങ്ങിയാലും ആർക്ക് പ്രയോജനം കിട്ടാം? സൈൻഡിന് പ്രയോജനം കിട്ടും. നമ്മൾ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്ത സ്റ്റോക്ക്. യെസ്, അതെ, നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ ഐഡന്റിഫൈ ചെയ്ത് പക്ഷേ കഴിഞ്ഞ വർഷം ആ ഒരു സമയത്ത് ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് ഒരു ഹൈക്ക് വന്നെങ്കിലും പിന്നീട് ചെറിയൊരു കറക്ഷൻ വന്നു. സൈൻഡ് DLM എന്ന് പറഞ്ഞാൽ അവർക്കൊരു സബ്സിഡറി കൂടി ഉണ്ട്. ഇവർക്ക് സിംഗപ്പൂർ ബേസ് ചെയ്തൊരു കമ്പനിയുടെ 12% ഷെയർ കൂടി അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സൈൻഡ് DLM, പിന്നെ സൈൻഡ് നമ്മുടെ മെയിൻ കമ്പനി. അങ്ങനെ 2 സ്റ്റോക്കുകൾ അവർക്കുണ്ട്. രണ്ടും നമുക്ക് ഹോൾഡ് ചെയ്താൽ ഒരു ഗുണം കിട്ടും തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഞാൻ പേഴ്സണലി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ഹോൾഡ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ഒന്ന് നോക്കി വെച്ചേക്കും, അതിൻ്റെ ബാലൻസ് ഷീറ്റും വാല്യുവേഷനൊക്കെ നോക്കിയിട്ട് യു ക്യാൻ ടേക്ക് യുവർ ഡിസിഷൻ എന്നുള്ളതാണ്. അപ്പോൾ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ പല വലിയ ചേഞ്ചസ് ഉണ്ടാക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ പുതിയ ബഡ്ജറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഗോൾഡ് അത് വളരെ സന്തോഷത്തോടു കൂടി ഗോൾഡിൻ്റെ വില കുറഞ്ഞ കാര്യമല്ലേ, എനിക്ക് മനസ്സിലായി. പക്ഷേ അങ്ങനെ ഗോൾഡ് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ജനറേഷനിൽ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗത്തേക്ക് എറണാകുളം. അതെ, സിൽവി ഓൾറെഡി സ്വർണ്ണക്കടകളിലൊക്കെ വിളിച്ച് ഗോൾഡ് എടുക്കുന്ന കാര്യമൊക്കെ ആലോചിച്ച് വെച്ചു അല്ലേ? അങ്ങനെയാണോ? ഒരിക്കലും ഇല്ല. എനിക്ക് തോന്നുന്നു സ്വർണ്ണക്കടകളിലെ കച്ചവടം കൂടി കുറഞ്ഞുകൊണ്ട്. അതെ, ഗോൾഡിനുണ്ടായ വിലക്കുറവ്. പക്ഷേ നമ്മുടെ ഗോൾഡ് ബേസ് ഒക്കെ താഴെ പോയെന്നുള്ളതാണ്. അല്ല, ഗോൾഡിന്റെ വില കുറയുമ്പോൾ ഗോൾഡ് ബേസ് താഴെ പോകും. പക്ഷേ ഞാൻ നല്ല രീതിയിലൊരു ഇൻവെസ്റ്റ്മെന്റ് ഭാവിയിൽ എനിക്ക് തോന്നുന്നു ഒരു ഗ്രാജുവൽ ഗ്രോത്ത് ഗോൾഡിന് ഓൾറെഡി ഉണ്ടാവും. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡിൻ്റെ വില കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് വില കുറച്ച് വെച്ചാലും ഗ്രാജുവലി അത് മുകളിലോട്ട് തന്നെ പോകും. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതകളില്ല എന്നാണ് ഞാൻ കാണുന്നത്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, നമ്മൾ ഒരു 3 to 4 GDP-യിൽ നിന്ന് 4 ട്രില്യൺ GDP-യിൽ നിന്ന് 5 to 6 ട്രില്യൺ GDP-യിലോട്ട് നമ്മൾ വളരുകയാണ്. അപ്പോൾ ഇതിനു മുൻപ് ഈ ഒരു പാത്തിക്കട വന്നത് ആരൊക്കെയാണ്? US ആണ്. US വർഷങ്ങൾക്ക് മുമ്പ് വന്നാണ്. ജപ്പാൻ 91 to 95 സമയത്ത് വന്നാണ്. ചൈന 2005 to 2009 സമയത്താണ് ഈ ഒരു പാത്ത് കടന്നു പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പാത്താണ്, കാരണം ആകെ 3 രാജ്യങ്ങൾ ഈ പാത്ത് കടന്നു പോയിട്ടുള്ളൂ. നമ്മൾ ആ പാത്തിലാണ്. അപ്പോൾ ഈ 3 രാജ്യങ്ങൾ ഇതിനു മുമ്പ് ഇതിൽ കൂടെ കടന്നു പോയപ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, ഈ ഒരു എക്കണോമിക്കൽ ഗ്രോത്ത് ഉണ്ടായപ്പോൾ അവരുടെ സ്റ്റോക്ക് മാർക്കറ്റ് എത്രമാത്രം വളർന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിനെ കമ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒബ്സർവേഷനാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഒബ്സർവേഷൻ നമുക്കൊന്ന് നടത്താം. അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഒരു സമയം, അതായത് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സ് നല്ലൊരു ഗെയിൻ തരാൻ ചാൻസ് ഉള്ള സമയമാണ് ഞാൻ എല്ലായിടത്തും പറയാറ്. അതെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, ഇപ്പോൾ ചൈന 5 കൊല്ലം കൊണ്ടാണ് 2 ട്രില്യൺ to 5 ട്രില്യൺ എന്ന് പറയുന്ന ഒരു എക്കണോമിക്കൽ ഗ്രോത്ത് ഉണ്ടാക്കിയത്. 2004 മുതൽ 2009 വരെ. ആ സമയത്ത് ഷോർട്ട് ടൈം ആണല്ലേ. അവർ ഭയങ്കര ഗ്രോ ചെയ്യുന്നൊരു ഫേസ് ആണ്. ഇപ്പോൾ അവരോട് 18 ട്രില്യണിലോട്ട് എത്തി. തീർച്ചയായിട്ടും ഇപ്പോഴും ഓർമ്മയുണ്ട്, ചൈനീസ് പ്രോഡക്റ്റ് ഒക്കെ ഒരിടയ്ക്ക് ഡംപ് ചെയ്യായിരുന്നു ചൈന പ്രോഡക്ട്സ്. അപ്പോൾ ആ സമയത്ത് ഹാങ്സങ് ഇൻഡെക്സ്, ചൈനയുടെ ഇൻഡെക്സ് 8500-ൽ നിന്ന് 32,000-ലോട്ടാണ് ഗ്രോ ചെയ്തത്. ഏകദേശം 4 ഇരട്ടിയായിട്ട് ഗ്രോ ചെയ്തു. US 11 കൊല്ലം കൊണ്ടാണ് 2 ട്രില്യണിൽ നിന്ന് 5 ട്രില്യണിൽ എത്തിയത്. അത് 1977 മുതൽ 88 വരെയുള്ള 11 കൊല്ലം കൊണ്ടാണ്. ഓക്കെ, ആ സമയത്ത്
ഡൗ ജോൺസ് ഏകദേശം 15% പോട്ടെ 15 ടൈംസിൻ്റെ ഗ്രോത്താണ്, 15 ഇരട്ടിയുടെ ഗ്രോത്താണ് നടത്തിയത്. ഏകദേശം ഒരു 2000 നിന്ന് 12,000 ലെവലിലോട്ടാണ് അവർ ഗ്രോ ചെയ്തത്. ഓക്കെ, അത്രയും വലിയൊരു ഗ്രോത്താണ് അവർ നടത്തിയത്. ഇനി നമ്മൾ ജപ്പാനിലോട്ട് നോക്കുകയാണെങ്കിൽ ജപ്പാൻ 8.5 വർഷം കൊണ്ടാണ് ഈ ഒരു ഗ്രോത്ത് നടത്തിയത്. 2 ട്രില്യണിൽ നിന്ന് 5 ട്രില്യൺ ആയത് 1978 മുതൽ 86 വരെയുള്ളൊരു സമയത്താണ്. ഇതേ സമയത്താണ് US ഗ്രോ ചെയ്തത്. ജപ്പാൻ ഏകദേശം 2000 നിന്ന് 37,000 പോയത്. ഓക്കെ, ആ ജപ്പാൻ്റെ 91 ജപ്പാൻ എത്തിയ ആ സ്റ്റോക്ക് മാർക്കറ്റ് പീക്ക് ഈ അടുത്തിടയ്ക്കാണ് പിന്നീട് അവർ ബ്രേക്ക് ചെയ്യുന്നത്. അതായത് 20-25 കൊല്ലം എടുക്കേണ്ടി വന്നു ജപ്പാന് പിന്നെ ഹൈ ബ്രേക്ക് ചെയ്യാനായിട്ട്. നമ്മുടെ ഒരു ഇൻഡസ്ട്രിയൽ ഗ്രോത്തിലോട്ടല്ലേ നമ്മൾ പോകുന്നു. നിങ്ങൾ പറയും ഇപ്പോൾ ജപ്പാൻ എത്ര ഇരട്ടി വലുതായി, അമേരിക്ക എത്ര ഇരട്ടി സ്റ്റോക്ക് മാർക്കറ്റ് വലുതായി, ഇന്ത്യയിൽ എന്താ സംഭവിച്ചത്? ഇപ്പോൾ കൊറോണയ്ക്ക് മുമ്പ് നമ്മളൊരു 3 ട്രില്യൺ ആയിരുന്നു. ആ സമയത്ത് ഉണ്ടായിരുന്ന സ്റ്റോക്ക് മാർക്കറ്റ് 10,000 ആണ്, അല്ലെങ്കിൽ 12,000 ആണ്. അവിടെ നിന്ന് 2 ടൈംസ് ആയിട്ടുള്ളൂ മാർക്കറ്റ്, 25 ആയിട്ടുള്ളൂ. അപ്പം നമ്മുടെ മാർക്കറ്റിൻ്റെ ഗ്രോത്ത് അവിടെ സേഫാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഹിസ്റ്ററിയാണ് കാണിക്കുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇവിടെ ആ ഒരു അമേരിക്ക, ജപ്പാൻ, ചൈന ഗ്രോത്ത് പോലെ ഇന്ത്യക്കും അതിലേക്ക് എത്താനായിട്ട് നമ്മളും അങ്ങോട്ടല്ലേ, നമ്മളും GDP ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഗ്രോ ചെയ്തല്ലേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് ചൈനയ്ക്ക് കിട്ടണ്ട. ചൈനയ്ക്ക് കിട്ടിയത് 4 ടൈംസ് ആണ്, നമുക്കൊരു 3 ടൈംസ് കിട്ടില്ലേ. 3 ടൈംസ് എന്ന് പറഞ്ഞാൽ 36,000. ഏത് 5 ട്രില്യണിലോട്ട് നിഫ്റ്റി, അതായത് 10,000 നിന്ന് 30,000 വരെ. ഇപ്പോഴും അറിയാം നമ്മൾ 5 ട്രില്യൺ എത്തുന്നേ ഉള്ളൂ, സമയമുണ്ട്. സോ 5 ട്രില്യൺ എത്തുമ്പോഴേക്കും നമ്മളൊരു GDP വളർന്നു, നമ്മൾ വളർന്നില്ല എന്ന് പറയരുത്. തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുക, ഒന്നിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിലും SIP ആയിട്ടെങ്കിലും കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ബഡ്ജറ്റ് വരും, എലക്ഷൻ വരും, ഇങ്ങനെ പല കാര്യങ്ങളും വരും. ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള നമ്മുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുക. ട്രേഡ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ മറന്നു പോകരുത്. ഇതാണ് മെയിൻലി പറയുന്നത്. ഇനിയും ഓപ്ഷൻ ട്രേഡേഴ്സിൻ്റെ ചെറിയ പണി വെച്ചിട്ടുണ്ട്, അത് പറയാതെ പോകരുതെന്നാണ് ഞാൻ പറയുക. കാരണം ടാക്സ് കൂട്ടി, STT ടാക്സ് കൂട്ടി. അപ്പോൾ പലരും പറയും ഓക്കെ 30% ടാക്സ് വന്നില്ലല്ലോ, അത് നന്നായില്ലേ എന്ന് പറയും. അങ്ങനെയല്ല, നല്ല പണിയാണ് വെച്ചത്. കാരണം STT ഏകദേശം 40% ഗ്രോത്താണ്. ഇപ്പോൾ സിൽബിയുടെ കഴിഞ്ഞ വർഷത്തെ ട്രേഡിങ്ങിൻ്റെ ഡാറ്റ എടുത്തിട്ട് STT എത്ര കൊടുത്തു നോക്കുക. ഇപ്പോൾ ഒരു 10,000 ആണെങ്കിൽ ഇത്തവണ അത് 18,000 രൂപയായിട്ട് കൊടുക്കേണ്ടി വരും. അത്രയും വലിയ ഗ്രോത്ത് അവിടെ വെച്ചിട്ടുണ്ട്. അത് സ്കാൽപ്പിംഗ് ട്രേഡൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതലുള്ളവർക്ക് അവർക്ക് അല്ലെങ്കിലും പണിയാണ്. ഇനി പുതിയ നിർദ്ദേശങ്ങൾ വരും എന്നാണ് പറയുന്നത്. അത് ബഡ്ജറ്റിലല്ലല്ലോ വരിക, അത് സെബി ആയിരിക്കുമല്ലോ വരുത്തുന്നത്. അപ്പോൾ പുതിയ നിർദ്ദേശങ്ങൾ വരട്ടെ. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ടാക്സ് കൂടുതൽ കിട്ടുകയാണെങ്കിൽ അവർ ഹാപ്പി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറൊരു ഗുണമുള്ളത് സ്റ്റോക്ക് മാർക്കറ്റിനെ അല്ലെങ്കിൽ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. കാരണം റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് ചെറിയ ബാഡ് കാര്യങ്ങൾ കുറച്ച് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റിലോട്ട് കൂടുതൽ ആൾക്കാർ പണം ഇടാതെ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട്, സ്റ്റോക്കിലോട്ട്, മ്യൂച്വൽ ഫണ്ടിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാനുള്ള നടപടികൾ ഓൾറെഡി വന്നിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റിൻ്റെ അട്രാക്ഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ എന്നുള്ളതാണ് നമ്മൾ നേരിട്ട് കാണേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിനെ ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത്. സോ നിങ്ങൾ ഈ ഗ്രോത്ത് ഓറിയൻറ്റഡ് സ്റ്റോക്സ്, ഇത് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ മുമ്പത്തെ വർഷം ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്ത സ്റ്റോക്കുകളുടെ പിന്നാലെ പോകരുത്. എല്ലാ ടെലിഗ്രാം ഗ്രൂപ്പുകളും നോക്കി ആരെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്, RVNL, IRFC, പിന്നെന്താ കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഇങ്ങനെ ഗ്രോ ചെയ്ത് ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സ്റ്റോക്കുകളെ കുറിച്ച് അവർക്ക് ചർച്ച ചെയ്യാനുള്ളൂ. ഫൈൻ. അപ്പോൾ അത് മാറിയിട്ട് വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചർച്ചകൾ വരട്ടെ. വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ കാണട്ടെ. 3 വർഷമായിട്ട് ജെമ്മായിട്ടുള്ള പല സ്റ്റോക്കുകളും മൂവ് ചെയ്തിട്ട് പോലും ഇല്ല. ഏഷ്യൻ പെയിൻറ്റ്സ്, ബർഗർ പെയിൻറ്റ്സ്, ബജാജ് ഫിനാൻസ്, ഇതൊക്കെ വലിയ കമ്പനികളാണ്. പക്ഷേ ഇവർ കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരു ഗ്രോത്ത് വന്നിട്ടില്ല. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഈ ബഡ്ജറ്റിൽ ഉണ്ടാവാതിരുന്നത് സിഗരറ്റ് പോലുള്ള എല്ലാ വർഷവും ടാക്സ് കൂട്ടുന്ന ചില സെഗ്മെൻറ്റ്സ് ഇല്ലേ, ഇവിടെ ഒന്നും ടാക്സ് കൂട്ടിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ITCയുടെ സ്റ്റോക്കിൽ കാണാനുണ്ട്. അപ്പോൾ ഇത്തവണ അത് കൂട്ടില്ല. എന്തുകൊണ്ട് കയറിയ എല്ലാ വർഷം കൂട്ടുന്ന സിഗരറ്റിൻ്റെ ടാക്സ് ഇത്തവണ കൂട്ടുന്നില്ല, മദ്യത്തിൻ്റെ ടാക്സ് കൂട്ടുന്നില്ല, മറിച്ച് ട്രേഡിങ്ങിൻ്റെ ടാക്സ് കൂട്ടുന്നു. സിഗരറ്റിനും മദ്യത്തിനൊക്കെ ടാക്സ് കൂട്ടാതെ ട്രേഡിങ്ങിന് ടാക്സ് കൂട്ടുന്നു. എന്താ ട്രേഡിങ് അതിനേക്കാൾ മാരകമാണെന്നായിരിക്കും ചിലപ്പോൾ അവർ പറഞ്ഞു വയ്ക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് നല്ലൊരു ബഡ്ജറ്റ് നല്ല രീതിയിൽ നമുക്കൊന്ന് വിലയിരുത്താൻ സാധിച്ചിട്ടുണ്ട്. ഇനി
നമ്മുടെ ട്രേഡിങ്ങിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ്സ് സ്കാൽപ്പിംഗ് ട്രേഡ്സ് കുറയ്ക്കുക, കുറയ്ക്കുക. പ്രത്യേകിച്ച് ഓപ്ഷൻസിൽ സ്കാൽപ്പിംഗ് ട്രേഡ്സ്. ബഡ്ജറ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് ചെറിയൊരു കറക്ഷനോ അല്ലെങ്കിൽ ഒരു വലിയൊരു കൺസോൾട്ടേഷനോ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വലിയ മൂവ്മെന്റ്, വോളറ്റൈൽ മൂവ്മെന്റ്സ് ഇനി കുറവായിരിക്കും. ബഡ്ജറ്റ് കഴിഞ്ഞു, വിക്സ് ഭയങ്കരമായിട്ട് ഡൗൺ ആയി, പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കാനായിട്ട് പോകുന്നത്? നമ്മൾ ട്രേഡേഴ്സ് ഓപ്ഷൻ ബൈക്ക് പറ്റിയ വലിയ മൂവ്മെൻറ്റ്സുകളൊന്നും അതേ നാളത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഇതിൻ്റെ അകത്ത് നല്ല സ്റ്റോക്കുകൾ ഗ്രോ ചെയ്യും. മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുകയോ മാർക്കറ്റ് കറക്റ്റ് ചെയ്യുകയോ ചെയ്താലും നല്ല സ്റ്റോക്കുകൾ നല്ല രീതിയിൽ ഗ്രോ ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത്തരത്തിലുള്ള സ്റ്റോക്കുകളെ കുത്തിയിരുന്ന് വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് പിക്ക് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ രക്ഷപ്പെടുത്തുള്ളൂ. അല്ല ഓവറോൾ വീണ്ടും മാർക്കറ്റ് ഹൈ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല, ഒഴുക്കിൻ്റെ കൂടെ ഇരുന്നാൽ മതി. എല്ലാത്തിനും അല്ല, നമ്മളെല്ലാവരും ഒരു തെറ്റിദ്ധാരണയുണ്ട്, അതായത് എല്ലാ മാർക്കറ്റിലും നമ്മുടെ എല്ലാ കാര്യങ്ങളും വർക്കാവും എന്നുള്ളൊരു തെറ്റിദ്ധാരണ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അങ്ങനെയല്ല, ഓരോ സൈക്കിളിലും ഓരോ രീതിയിലുള്ള ട്രേഡിംഗ് മെത്തേഡ്സാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അതിനാണ് ഇപ്പോൾ തന്നെ പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞാൽ വിക്സ് കുറഞ്ഞ സ്ഥിതിക്ക് ബൈങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും, മൂവ്മെൻറ്റ്സ് കുറവായിരിക്കും. അത് നമുക്ക് ഇപ്പോൾ തന്നെ കാണുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അതൊക്കെ കുറയ്ക്കുക. സെല്ലിംഗ് കുറച്ചും കൂടി അല്ലേ, സെല്ലിംഗ് സ്ട്രാറ്റജീസ് കുറച്ചും കൂടി. ആഗസ്റ്റ് പകുതിയോടുകൂടി ഈ സൈക്കിൾ ഏകദേശം എൻഡാവും. അപ്പോൾ അതിനുശേഷം ഒരു പക്ഷേ ഒരു വലിയ കറക്ഷനോ അല്ലെങ്കിൽ ഒരു സൈഡ് വൈസ് ബീറിഷ് മാർക്കറ്റിലോട്ടോ നമ്മുടെ മാർക്കറ്റ് പോയേക്കാം. അങ്ങനെ ഒരു കറക്ഷൻ പോട്ടെ എന്ന് തന്നെയാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. കുറച്ച് ആളുകളല്ലേ ജനുവരി തുടങ്ങി ഇലക്ഷൻ ബഡ്ജറ്റ്, പക്ഷെ നല്ല മൂവ്മെന്റ് ആയിരുന്നു. നല്ല രീതിയിൽ ബയേഴ്സ് കാശുണ്ടാക്കിയൊരു ടൈം പീരീഡ് ആയിട്ട് അല്ലേ. സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തൊരു നല്ല കാശ്, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തോളും ബയേഴ്സ് ആണെങ്കിലും. പക്ഷെ ഇനി നിങ്ങൾ അത് തന്നെ വിചാരിച്ചിരിക്കരുത്, കാരണം സൈക്കിള് മാറി എന്നുള്ളൊരു റിയലൈസേഷൻ കൊണ്ടുവരാം. അപ്പോൾ ട്രേഡിങ്ങിൽ നിങ്ങൾ ഇൻവെസ്റ്റേഴ്സ് നല്ല സ്റ്റോക്കുകൾ കണ്ടുപിടിക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക. ബഡ്ജറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തും. സോ വീണ്ടും ഒരു പോഡ്കാസ്റ്റ് ആയിട്ട്